ആംപ്ലിഫയർ അസംബ്ലിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതായത് നേരിട്ട് കണ്ടിട്ടും ചോദിച്ചിട്ടുണ്ട്, മെസ്സേജിലൂടെ ചോദിച്ചിട്ടുണ്ട്, കമൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ അസംബ്ലിങ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ പോരാ. എല്ലാവർക്കും ആവശ്യമുള്ള തരത്തിലുള്ള ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴേക്കും ഓടിച്ചെന്ന് ഒരു ആംപ്ലിഫയറിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് കടക്കാരൻ ചോദിക്കുക എന്താ, എത്ര വാട്ട്സാണ് സ്പീക്കർ, എത്ര ട്രാൻസ്ഫോമർ വേണം, ബോർഡ് ഏത് വേണം, ക്യാബിനറ്റ് ഏത് വേണം, പാനൽ ഏതാ വേണ്ടി, അങ്ങനെ ഇങ്ങനെ ഓരോ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ആംപ്ലിഫയറിൻ്റെ ആ ഒരു ഐഡിയ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് 2-3 തരത്തിൽ പറയാം. ഒന്ന്, നിലവിൽ നമ്മളെ കയ്യിൽ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആംപ്ലിഫയർ ചെയ്യാം. രണ്ടാമത്തത്, ആംപ്ലിഫയർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് അത് മോഡിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് സ്പീക്കേഴ്സ് എടുക്കുക. മൂന്നാമത്തത്, എല്ലാം പുതിയത്, സ്പീക്കർ ആംപ്ലിഫയേഴ്സ് എല്ലാം പുതിയത്. ഈ 3 തരത്തിൽ നമുക്ക് ആംപ്ലിഫയർ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിന് പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇതിലൊരു ഇൻട്രോഡക്ഷൻ എന്ന് നിലക്ക് പറയാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് താല്പര്യം കൂടുതലായിട്ട് എൻ്റെ അഭിപ്രായത്തിലുള്ള എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഇടാം. ഇപ്പോൾ നിലവിൽ കുറച്ച് ആമ്പ് ചെയ്യാനുള്ളതിൻ്റെ കുറച്ച് പാർട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ആവറേജ് ഐഡിയ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാം. ഈ കാണുന്നത് കുറച്ച് ആമ്പ് ചെയ്യാൻ പറ്റിയ ബോർഡുകളാണ്. അപ്പോൾ അതിൽ ഒന്ന് കാണുന്നത് ഒരു 10 ഫെറ്റ് ബോർഡ്, അതായത് 52001943 ബോർഡാണ്. പിന്നെ എന്നുള്ളത് ഒരു സബ് ഓഫറിൻ്റെ ബോർഡ്, സബ് ഓഫറിന് പറ്റിയ ഒരു 4 ഫെറ്റ് ബോർഡാണ്. എഫക്റ്റിൻ്റെ മൈക്ക് ബോർഡ്, പിന്നെ ഒരു സബ് ഓഫർ ഫിൽറ്റർ, ഒരു ബാസ്റ്റബിൾ ബോർഡ്, പിന്നെ മറ്റൊരു LM324 വെച്ചിട്ടുള്ള ബാസ്റ്റബിൾ കൺട്രോൾ, ഒരു സാധാ പ്രോലോജിക് കിറ്റ്, ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ. അത് രണ്ടും കൂടെ കൂടിയ പല ടൈപ്പ് സ്പീക്കർ പ്രൊട്ടക്ഷൻ കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇത് ഒരു 2.1-നുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ. നമുക്കൊരു റെക്ടിഫയർ ഉണ്ട്, അതായത് കപ്പാസിറ്റർ അടക്കം ചെയ്തിട്ടുള്ള റെഡി ബോർഡ് റെക്ടിഫയർ ആണ്. പിന്നെ മറ്റൊരു റെക്ടിഫയർ. പിന്നെ കുമാർ ഓഡിയോസിൻ്റെ ഒരു K2424 ആണ് ഈ മോഡൽ. അപ്പോൾ ഈ ടൈപ്പ് ഒരു സ്റ്റീരിയോ ബോർഡാണിത്. ഒരു G-Star നോൺ അനൗൺസ്മെൻറ്റ് കിറ്റ്, അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത കിറ്റ്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും, ഇത്രയും ഇതിന് സപ്ലൈകളായിട്ട് ആവശ്യം വരുന്ന ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. നമുക്കൊരു ബുഷ് കിറ്റ്, അതിൻ്റെ അടിയിൽ ക്യാബിനറ്റിന് അടിയിൽ കൊടുക്കുന്ന ബുഷ് കിറ്റ്, ഇത് ഇതിൻ്റെ ബുഷാണ്. ബുഷ് കിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കിട്ടും. നമുക്കിവിടെ ഒരു HDMI ബോർഡുണ്ട്, അത്യാവശ്യം ഷീൽഡ് വയർ ഉണ്ട്, കുറച്ച് റിബൺ കേബിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുമോ? കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാടിക്കാൻ പറ്റുമോ? അതായത് ഇതിപ്പോൾ ഒരു 5 ചാനൽ, ഇതൊരു സിംഗിൾ ചാനൽ മോണോ, ഇതൊരു 2 ചാനൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാടെ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു അസംബിൾ ചെയ്ത് ഇതുകൊണ്ടൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സമയത്ത് കിട്ടുന്ന ആ ഒരു ഐഡിയ എന്താണ്? ചെയ്യാൻ പറ്റും. സംഭവം സിമ്പിളാണ്. ഇതിനകത്തേക്ക് ട്രാൻസ്ഫോമർ ഉണ്ട്, സപ്ലൈ കൊടുക്കുന്നു, അതായത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നു. നമ്മൾ അതിലേക്ക് ഇൻപുട്ട് നമ്മൾ ഇതുവഴി ഈ ഫിൽറ്റർ ബോർഡ് വഴിയും ബാസ്റ്റബിൾ വഴിയോ പ്രോലോജിക് വഴിയോ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, കൺട്രോൾസ് വെക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു. നമ്മളെ കയ്യിലുള്ള ബെസ്റ്റ് സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തു. നമ്മൾ എന്നിട്ട് അതിനകത്ത് കൂടെ നല്ല പെർഫോമൻസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു സ്പീക്കറിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായ ആ ഒരു പെർഫോമൻസ് കിട്ടും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ ആ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടാത്തതിൻ്റെ കാരണം അത് രണ്ടും ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 ചാനൽ, ഒരു സബ് ഓഫർ ചാനൽ, ഒരു പ്രോലോജിക്ക്, ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു ഫിൽറ്റർ, ഒരു റെക്ടിഫയേഴ്സ്, അതിലേക്ക് ഒരു എക്സ്ട്രാ 2 ട്രാൻസ്ഫോമർ ഉണ്ടാവും. അതായത് സബിനും ഒരു ചാനൽസിനും സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫുൾ എക്സാമ്പിളാണ്. ഇതൊന്നും ആരും അനുകരിച്ച് ഇതുപോലെ ചെയ്ത് വീഡിയോ ഉണ്ടാക്കുക, അതായത് ആംപ്ലിഫയർ ഉണ്ടാക്കരുത്. ഇത് എക്സാമ്പിളാണ്. അപ്പോൾ 100 വാട്ടാണ് നിങ്ങളുടെ സ്പീക്കർ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പെർ ചാനൽ 100 വാട്ട്സ് ഉള്ള സ്പീക്കർ ആണെങ്കിൽ ഈ ബോർഡ് എടുക്കാം. സബ് ഓഫർ ചാനൽ, നിങ്ങൾ ഒരു സബ് ഓഫർ ചാനൽ ഒരു JBL 1300 ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇത് വെച്ചാൽ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് വർക്കിംഗ് കിട്ടും. അത്യാവശ്യം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 2 ചാനൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു G-Star കിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് കിട്ടുക 2 ചാനലാണ്. ആ 2 ചാനൽ നമ്മൾ ഇതിലൂടെ കടത്തി നമ്മൾ ഇതിലേക്ക് 5.1 ആക്കി പ്രോലോജിക് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ ഇൻപുട്ട് കൊടുക്കും. അതിലേക്കുള്ള റെക്ടിഫയർ ആയിട്ട് നിങ്ങളെ റെക്ടിഫയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈകൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ, നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കേഴ്സ് 100 വാട്ട് സ്പീക്കേഴ്സ് ആണെങ്കിൽ ഇത് 100 വാട്ട്സ് തരണമെങ്കിൽ, ഇതിൽ കൃത്യമായ സപ്ലൈയും കൊടുത്ത് 100 വാട്ട്സ് തരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാവിധ സിഗ്നൽ ലെവലും ആംബിയർ ലെവലും വോൾട്ടേജ് ലെവലും ഒക്കെ സൂട്ടായിരിക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ആ 100 വാട്ട് സ്പീക്കേഴ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇനി ഒരു 80 വാട്ട്സ് സ്പീക്കറാണെന്ന് വിചാരിക്കുക, അതും കറക്റ്റാവും. കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടും.
അപ്പോൾ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ടൈം വേണ്ടത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്ഷൻ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ആംപ്ലിഫയർ ചെയ്യാം. അപ്പോൾ ആ സ്പീക്കേഴ്സ് 80 വാട്ട്സ് പെർ ചാനലുണ്ട്. നിങ്ങൾക്കൊരു JBL ഇപ്പോൾ ഒരു 1300 ഉണ്ട് എന്ന് വിചാരിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്യാം. ഇതൊരു ബഡ്ജറ്റ് ലെവൽ, അതായത് ഒരു അധികം ചിലവില്ലാത്ത ഒരു ലെവൽ 5.1 പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഈ ബോർഡ് സെലക്ട് ചെയ്യാം സബ്വൂഫറിന്. ഈ ബോർഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് ബോർഡുകൾ അനേകമുണ്ട് സെയിം വോൾട്ടേജിൽ. ഇത് 27 ഡുവൽ സപ്ലൈ ആണ്. അതേപോലെ തന്നെയാണ് ഇത് 27 ഡുവൽ സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന രീതി, എനിക്ക് താല്പര്യമുള്ള, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം നമ്മൾക്ക് ആംപ്ലിഫയർ അസംബ്ലിങ് ആവശ്യമുണ്ടെങ്കിൽ, നമുക്കൊരു ആംപ്ലിഫയർ വേണം എന്ന് തോന്നുമോ, നമ്മളെ സ്പീക്കേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം സ്പീക്കേഴ്സ് തന്നെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് കണ്ടെത്തേണ്ടത്. നമ്മളെ സ്പീക്കേഴ്സ് എത്ര വാട്ട്സ് ആയിരിക്കണം എന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ബോർഡ് സെലക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് വേണ്ട ഈ കൺട്രോൾസ്, അതിലേക്ക് വേണ്ട സപ്ലൈ എല്ലാം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതാണ് ചെയ്യേണ്ടത്, സ്പീക്കേഴ്സിനെ പറ്റി ഒരു തീരുമാനമാവുക. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആംപ്ലിഫയർ വാങ്ങിയിട്ട് അതിന് സൂട്ടബിളായ സ്പീക്കേഴ്സ് തിരഞ്ഞാൽ അത് കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ ലെവൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല സ്പീക്കേഴ്സ് ആദ്യം സെലക്ട് ചെയ്യുക. വാങ്ങുന്നില്ലെങ്കിലും നിങ്ങൾ ആദ്യം ഇപ്പോൾ 2.1 ഇല്ലാതെ പാട്ട് കേൾക്കാനില്ല. അപ്പോൾ ആദ്യം അതിന് വേണ്ട സ്പീക്കേഴ്സ് കണ്ടെത്തുക, ലെഫ്റ്റ് റൈറ്റ് സബ്. അത് കണ്ടെത്തിയതിന് ശേഷം അതിന് വേണ്ട സപ്ലൈ, അതിന് വേണ്ട കാര്യങ്ങൾ, ഏതൊക്കെയാണ് റേറ്റഡ് വേണ്ടത്, അതൊക്കെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി സാധനം വാങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ലെവൽ ഇതിൻ്റെ ക്യാബിനറ്റ്, ഇതെല്ലാം കൊള്ളിക്കാൻ പറ്റിയ ഒരു ക്യാബിനറ്റ് വേണം. അപ്പോൾ ആ ക്യാബിനറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 5 കൺട്രോളും, ഈ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് ഇപ്പോൾ ബാസ്റ്റബിൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ, നമുക്ക് സബ് ഓഫറിനുള്ള ഒരു ഗെയിൻ, ഒരു വോളിയം, അങ്ങനെയുള്ള കൺട്രോൾസ് അതെല്ലാം കണ്ടിട്ടുള്ള ഒരു പാനൽ, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ലെവൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കൺട്രോൾ, നമ്മൾ അതിലേക്ക് ഡിജിറ്റൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ. ഡിജിറ്റൽ ആകുമ്പോൾ അത് വില കൂടിയ ആംപ്ലിഫയർ ആവും, ഇതാകുമ്പോൾ വില കുറഞ്ഞ ആംപ്ലിഫയർ ആവും. ഇതിലേക്ക് പറഞ്ഞ ടൈപ്പ് ആ സെയിം ടൈപ്പ് നോബ്സ്, അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് 6 കൺട്രോൾസ്, 6 ചാനലിൻ്റെ കൺട്രോൾസും അതിന് വേണ്ട എക്സ്ട്രാ കൺട്രോൾസും അതിൻ്റെ കൂടെ തന്നെ, ഇപ്പോൾ മൈക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സ്ട്രാ മൈക്കും കൂടി നമ്മൾ കൊടുക്കുക എന്ന് വെക്കുക. അപ്പോൾ ആ മൈക്കിൻ്റെയും കൂടി ആ കണക്ഷൻ, അതിൻ്റെ കൺട്രോൾസ് നമുക്ക് വരും. അതിൻ്റെ കൺട്രോൾസ് വരുമ്പോൾ അതിനനുസരിച്ച് നോബ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫുൾ തീരുമാനമായാലേ നമുക്ക് ഈ ഫ്രണ്ട് പാനൽ ആംപ്ലിഫയർ ക്യാബിനറ്റിൻ്റെ സൈസ് ഇതെല്ലാം തീരുമാനമുള്ളൂ. അപ്പോൾ ഈ നോബ്സ് നമ്മളൊരു പാനൽ എടുത്തു കഴിഞ്ഞാൽ സെയിം നോബ് കിട്ടിയില്ലേ നമ്മൾ കുഴങ്ങും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കുകയാണ് പാനലെങ്കിൽ നമ്മൾ നോബ് എടുത്ത് കൊടുത്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് ഉണ്ടാക്കുക, പാനൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഇതൊരു ചെയ്യിച്ച പാനലാണ്. അപ്പോൾ ഈ പാനലിൽ നോക്കുക നിങ്ങൾ, ഇതിനകത്ത് മാസ്റ്റർ കൺട്രോൾ, ഇതിനകത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച്, ഒരു സെലക്ടർ, USB TV ഓക്സ് ഉണ്ട്, ഒരു USB-ൻ്റെ പാനൽ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഡിജിറ്റലി ഭാവിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ട വോളിയം കൺട്രോൾ, ടോൺ കൺട്രോൾ, ചാനൽ കൺട്രോൾസ്, മൈക്കിന് എല്ലാത്തിനുള്ള ഹോൾസ്, മൈക്ക് ഇൻപുട്ട്, അതായത് മൈക്ക് പിന്ന് കുത്താനുള്ള ഹോൾസ്, ഇതെല്ലാം നമ്മൾ ഇതിൽ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. കാരണം ഇതിലേക്കുള്ള സ്പെയർ മൊത്തം ആദ്യം എടുത്തിട്ടാണ് ചെയ്തത്. ഇതാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി. പിന്നെ വേണ്ട ഇതിൻ്റെ ബാക്ക് പാനലിലേക്ക് ഇതിപ്പോൾ G-Techൻ്റെ ക്യാബിനറ്റാണ്. അപ്പോൾ ഈ കേസിലേക്ക് നമുക്ക് ഒരു 3 സ്പീക്കർ കൺട്രോൾസ്, ഒരു ഫാന്, ഒരു ഫ്യൂസ്, ഒരു AC കോഡ്, ഒപ്റ്റിക്കൽ മറ്റതൊക്കെ നമ്മൾ ഡിജിറ്റലി ബോർഡ് ചെയ്യുകയാണെങ്കിലാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇതിന് പകരം ആ ബോർഡാണ് വെച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എക്സ്റ്റേണലി ഇൻപുട്ട് സോക്കറ്റുകൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ കണക്ഷൻ സെപ്പറേറ്റ് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഇപ്പോൾ ഫുള്ളായി. അതായത് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ആംപ്ലിഫയർ കണ്ടെത്തുക, അതായത് ബോർഡുകൾ, ആംപ്ലിഫയർ ചെയ്യാനുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. രണ്ടാമത് ആദ്യം സ്പീക്കേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട ബോർഡുകളും സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന് വേണ്ട ക്യാബിനറ്റ് ഉണ്ടാക്കുക. മൂന്നാമത് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരുന്നത് പിന്നെ സ്പീക്കേഴ്സ്. അത് ഞാനൊരു പ്രശ്നമായിട്ടാണ് പറഞ്ഞത്. കാരണം സെയിം വാട്ട്സ് റേറ്റിംഗ് ഉള്ള ക്വാളിറ്റി സ്പീക്കേഴ്സ് കിട്ടാൻ നമ്മൾ തിരഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് സാധാരണ നിലവിൽ കിട്ടാനുള്ള തരം സ്പീക്കേഴ്സ് വെച്ചിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ചടയ്ക്കും, നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളത് കുറച്ച് കാലം ഉപയോഗിക്കും, ചിലപ്പോൾ നിർത്തിയിടും, ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഇത് ഔട്ട്പുട്ട് മാച്ച് ആയില്ലെങ്കിൽ വളരെ ക്ഷീണമായ സൗണ്ടാണ് കേൾക്കുക. അപ്പോൾ ഇതൊരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. അതൊരു ആംപ്ലിഫയർ മേക്കിങ്ങിന് നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ ഇത്രയും നേരം ഈ കാണിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ആംപ്ലിഫയർ സെയിലിന്, അതായത് ട്രാൻസ്ഫോമർ സെയിലിന്, സബ്വൂഫർ സെയിലിന് സ്പീക്കേഴ്സ് ആവശ്യമുള്ളത് പറയുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു ആംപ്ലിഫയർ വേണം, എത്രയാവും? എങ്ങനെ പറയാൻ പറ്റുക ഞങ്ങൾക്കൊരു ആംപ്ലിഫയർ വേണം എത്രയാവും? അതായത് ആംപ്ലിഫയർ വേണം എത്രയാവെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനൊരു ആംപ്ലിഫയർ വേണം, അതെത്രയാവും?
ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം പോലെയാണോ മറ്റേത്? അപ്പോൾ നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ സ്പീക്കേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രേൻ്റെ ആണ്, എത്ര ഇഞ്ചാണ്, എത്ര വാട്ട്സാണ്, എത്ര ഓംസാണ്? ഈ ഡീറ്റെയിൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ആംപ്ലിഫയറിനെ പറ്റിയൊരു ആവറേജ് പറയാൻ പറ്റുള്ളൂ. ഒരു 100 വാട്ട് തന്നെ ഏതൊക്കെ വിലയിൽ ചെയ്യാം, ഏതൊക്കെ തരത്തിൽ ചെയ്യാം, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉള്ളവർക്കറിയാം. 100 വാട്ട് നല്ല പക്ക 100 ചെയ്യാം, 100 പീക്ക് കിട്ടുന്ന രൂപത്തിലും ചെയ്യാം, 100 RMS കിട്ടുന്ന രൂപത്തിലും 100 പീക്ക് കിട്ടുന്ന രൂപത്തിലും 100 വാട്ട്സ് ആംപ്ലിഫയർ ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ അവിടെ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ 100 പീക്കിന് വേണ്ടി മെനക്കെടുന്നത്. അപ്പോൾ നമ്മളൊരു 60 മറ്റോ ചെയ്തിട്ട് 100 പീക്ക് കിട്ടാൻ വേണ്ടി ചെയ്യാം. പക്ഷേ പീക്കിൽ മാത്രമേ 100 കിട്ടുന്നുള്ളൂ. ആ പീക്ക് ലെവൽ 100 പീക്ക് കിട്ടുന്ന സ്പീക്കേഴ്സിന് 100 പീക്ക് കിട്ടുന്ന ആംപ്ലിഫയർ ചെയ്യാം. 100 RMS ഉള്ള സ്പീക്കേഴ്സിന് 100 RMS ഉള്ളതും 100 പീക്ക് കിട്ടുന്ന ആംപ്ലിഫയറും വെച്ച് ചെയ്യാം. മനസ്സിലായില്ല എന്നോട് പറയാം. 100 പീക്ക് കിട്ടുന്ന സ്പീക്കേഴ്സിന് 100 പീക്ക് കിട്ടുന്ന ആംപ്ലിഫയേഴ്സ് ചെയ്യാം, 100 RMS ഉള്ള ആംപ്ലിഫയേഴ്സും ചെയ്യാം. പക്ഷേ 100 RMS തന്നെയുള്ള സ്പീക്കേഴ്സിന് 100 വാട്ട് പീക്ക് കിട്ടുന്ന ആംപ്ലിഫയറും ചെയ്യാം, 100 വാട്ട് റേറ്റഡ് ഔട്ട്പുട്ടുള്ള ആംപ്ലിഫയറും ചെയ്യാം. അതിനനുസരിച്ചാണ് അതിൻ്റെ വിലയും അതിനനുസരിച്ചാണ് അതിൻ്റെ പാർട്സും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആംപ്ലിഫയർ 5.1 ചെയ്യാൻ എന്ത് ചെയ്യണം, 2.1 ചെയ്യാൻ എന്ത് ചെയ്യണം, സബ് വൂഫറിന് മാത്രമായിട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 2 ചാനൽ സ്റ്റീരിയോ ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ആവറേജ് ഐഡിയ ഉണ്ടെങ്കിലേ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പൈസ നഷ്ടപ്പെടും എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു ബോർഡ് വാങ്ങി ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല, മാറ്റി കിട്ടില്ല. ഈ ബോർഡ് വാങ്ങി ഇതല്ല വേണ്ടത്, വ്യത്യാസമുള്ളതാണ് വേണ്ടത്, നമുക്ക് കുറഞ്ഞതോ കൂടിയതോ വേണ്ടത്, മാറ്റി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും അത് വളരെ ശ്രദ്ധിച്ച് അത് മുൻകൂട്ടി അറിഞ്ഞ് തന്നെ ചെയ്യാം. ഒരു സ്പീക്കർ എൻ്റെ കയ്യിലുള്ളത് ഒരു 80 വാട്ട്സ് ആണെങ്കിൽ 80ക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെറിയ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ 3 തരത്തിലാണ് പറഞ്ഞുള്ളത്. ഒന്ന് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആമ്പ് ചെയ്യുക. ഒന്ന് സ്പീക്കേഴ്സ് വാങ്ങിയിട്ട് പുതിയതായിട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്പീക്കേഴ്സിൻ്റെ റേറ്റിംഗ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ആമ്പ് ചെയ്യുക. ഇനി മൂന്നാമത് ലാസ്റ്റ് പറയാനുണ്ടായിരുന്നത് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്പീക്കേഴ്സ് ചെയ്യുക. അതിൽ സ്പീക്കേഴ്സ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കിട്ടുന്നവർക്ക് ഭാഗ്യം. അപ്പോൾ ഇനി നിങ്ങൾ ആവശ്യമുള്ള രീതിയിലുള്ള കമൻറ്റ് ഇടുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര വാട്ട്സ് സ്പീക്കർ ഉണ്ട്, അതിന് വേണ്ട ഏതാണ്, നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ച് സ്പീക്കേഴ്സ്, 100 വാട്ട് 6 ഇഞ്ച് മുതൽ 12 ഇഞ്ച് 10 ഇഞ്ച് 8 ഇഞ്ച് ഒക്കെ 100 വാട്ട്സ് കിട്ടും. അപ്പോൾ ആ ഒരു ഇഞ്ച് സൈസ് നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? നിങ്ങൾക്ക് അവിടെ റൂമിൽ ഒരു വലിയ കൊണ്ടുവച്ചാൽ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ചെറുതാണെങ്കിൽ ആ ചെറുതാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആ വാട്ട്സ് റേറ്റിങ്ങിൽ പ്രശ്നമല്ല, വാട്ട്സ് ആൻഡ് ഓംസ് കറക്റ്റ് ആണെങ്കിൽ നമ്മളെ സൈസ് പ്രശ്നമല്ല. നിങ്ങൾക്ക് ആ റൂമിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചും നിങ്ങൾക്ക് സൂട്ടായാൽ മതി. വലിയ സ്പീക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി റൂം മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിനനുസരിച്ചുള്ള സാധനം മാറ്റി വെക്കാൻ കഴിയും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആംപ്ലിഫയർ ഡിസൈനിങ്ങിലേക്ക് നമ്മൾ പണ്ടെങ്ങാണ്ടോ പറഞ്ഞതിലേക്ക് ഒരൊറ്റ വീഡിയോ പോലും ചെയ്തില്ല. ആംപ്ലിഫയർ ഡിസൈനിങ്ങിലേക്കുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അത്. ഇതിലേക്ക് താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ഇല്ലച്ചാൽ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ഇലക്ട്രോണിക്സ് പരമായിട്ട് ഇങ്ങനെ തന്നെ പോകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.